ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അസ്ലി ഒമാൻ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആഗ്രഹപ്രകാരം പിസ്സ ഉണ്ടാക്കാൻ പോവാണ്. പിസ്സയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ ഞാൻ റെഡിമെയ്ഡ് പിസ്സ സോസാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ വീട്ടിൽ തന്നെയാണ് പിസ്സ സോസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെയാണ് കേട്ടോ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്ലാസ് ചൂടുവെള്ളം, അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഷുഗർ, പിന്നെ നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ 2 കപ്പ് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് നന്നായി കുഴച്ചതിന് ശേഷം നമുക്കൊരു 3 മണിക്കൂർ, മഴക്കാലമല്ലേ അതുകൊണ്ട് പൊങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, ഒരു 3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മാവിൻ്റെ മുകളിൽ അല്പം എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു നനഞ്ഞ തുണി മുകളിൽ കെട്ടി വെച്ച് കൊടുക്കുക. ഇനി പിസ്സയുടെ മുകളിൽ ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ചിക്കനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ പിസ്സ സോസ് റെഡിമെയ്ഡ് അല്ല, ഹോം മെയ്ഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടൊമാറ്റോ, 2 കഷ്ണം ക്യാപ്സിക്കം, ഒരു സവാള അരിഞ്ഞത്, ഒരു 4 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിൽ. അപ്പോൾ ഡോ കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ഇനി പിസ്സയുടെ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ സോസിന് വേണ്ടിയിട്ട് നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കുക. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അതിലേക്ക് അല്പം ഗാർലിക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ശരിക്കും പാപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അതിന് പകരം ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ പ്യൂരി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പാകത്തിന് പഞ്ചസാര, ഉപ്പ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വിനാഗിരിയും കൂടി, അല്പം വിനാഗിരി, ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോസ് പരുവാക്കിയെടുക്കുക. ശരിക്കും നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ പൗഡർ, തൈമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ല. പക്ഷെ എന്നാലും റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ്. പിന്നെ ടേസ്റ്റ് എന്നാലും ഒട്ടും മോശമൊന്നുമില്ല കേട്ടോ. ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി സംഭവം സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ്, ടോപ്പിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേസ് റെഡിയാക്കണം. അപ്പോൾ ഓവനിലല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തു, നോൺ സ്റ്റിക്കിൻ്റെ. അതിൻ്റെ മുകളിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിസ്സയുടെ പാനിൻ്റെ അനുസരിച്ചിട്ടാണ് ഡോ എടുക്കേണ്ടത്. വലിയ പാനാണെങ്കിൽ കുറച്ചധികം എടുക്കുക, ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡോ എടുക്കുക. എന്നിട്ട് പിസ്സ ബേസ് പോലെ ഇങ്ങനെ നമുക്ക് പരത്തി കൊടുക്കുക കൈ കൊണ്ട്. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസിൽ ഇതുപോലെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിൽ ചീസ് ഷ്രെഡ് ചെയ്തിടുക. അതിന് മുകളിലൂടെ അല്പം ഫ്രൈഡ് ചിക്കൻ പീസസും പിന്നെ ക്യാപ്സിക്കംസ്, കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കംസൊക്കെ പീസസൊക്കെ ഇട്ട് നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം.
എല്ലാ ഡെക്കറേഷൻസും കഴിഞ്ഞ് ഏറ്റവും മുകളിലായിട്ട് അല്പം കൂടി ചീസ് ഇട്ട് കൊടുക്കാം, നമുക്ക് ഷ്രെഡഡ് ചീസ്. ഇനി നമ്മുടെ പിസ്സ അടുപ്പിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് കനലുണ്ടാക്കി റെഡിയാക്കി വെക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്നും മുകളിൽ നിന്നും ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിസ്സ ശരിക്കും നല്ല ടേസ്റ്റായിട്ട് വരും, ഓവനിൽ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ബർണറിൽ കയറ്റി വയ്ക്കുമ്പോൾ താഴെ ഒരു ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പാൻ വയ്ക്കുക, അതിൻ്റെ മുകളിൽ പിസ്സ പാൻ, പിന്നെ അത് അടച്ചു വെച്ചിട്ട് മുകളിൽ കനലിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റൊക്കെ ആയാൽ ഒന്ന് തുറന്നു നോക്കുക. അപ്പോൾ ചീസൊക്കെ നല്ല മെൽട്ടായിട്ട് നല്ല കുക്കായിട്ട് പിസ്സ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഴയത്ത് നല്ല ടേസ്റ്റായിട്ട് ഓവനൊന്നും വേണ്ട, അതേപോലെ റെഡിമെയ്ഡായിട്ടുള്ള പിസ്സ സോസോ ഒന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന സോസും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.